ഹായ് ഫ്രണ്ട്സ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു ബിരിയാണി ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ചിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇറച്ചിൻ്റെ മീനിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്രക്കും ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ ഇതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന സ്റ്റാർ ഇല്ല അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മളെ ബിരിയാണിക്ക് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണത്. അപ്പോൾ അതാ നമ്മളെ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള അതാ അതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മളെ സ്പൈസസ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ സവാള ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് നമ്മളെ സവാളയും സ്പൈസസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടണം. നമ്മളെ സവാള ഇതാ ഒന്ന് പകുതി വയന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അവിടെ 2 പച്ചമുളക് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതാട്ടോ അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചതച്ചതോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതോ ഇട്ട് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കരുത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിന്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായിട്ടൊന്ന് പോയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ നമ്മൾ ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെയും പച്ചമണൊക്കെ പോയി നമ്മള് സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിന്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ, പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. ഇനി 1/2 ടീസ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കണ്ടേ. നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാല കേട്ടോ. അപ്പൊ അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളെ ഈ പൊടികളെ പച്ചമണൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളെ പൊടികളെ പച്ചമണൊക്കെ പോയി നമ്മളെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള തൈരാണ്, പുളി കുറവുള്ള നല്ല കട്ടിയുള്ള തൈരാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചപ്പും പൊതിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മളിതാ സവാളയും തൈരും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതാ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മളെ സവാളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാലാണ് നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാ അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടേ. അപ്പൊ ഇതാ നമ്മളെ സവാളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. അപ്പൊ ഞാൻ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, ചുടുവെള്ളം അല്ല കേട്ടോ. അപ്പൊ ഞാൻ അതാ സാധാ പച്ചവെള്ളം തന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ അരി എടുക്കണ വെച്ചാൽ അതിന്റെ ഇരട്ടിയായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാനിതാ ഈ കപ്പില് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കപ്പില് 4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഏത് പാത്രത്തിലാണോ അരി എടുക്കണ വെച്ചാൽ ആ പാത്രത്തിന്റെ അത്ര ഇരട്ടി, നമ്മൾ അരി എടുത്തതിന്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അപ്പോഴാണ് നമ്മളെ ചോറ് ആ ഒരു പാകത്തിലായി കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അത് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണ്ടേ. നമുക്ക് ഈ സമയം വേണമെങ്കിൽ ഇതിലെ ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതിൽ കുറച്ച് ഉപ്പിന്റെ അളവ് കുറവുണ്ട്, അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അതിലേക്ക് ഒരു നാരങ്ങന്റെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ അതിന്റെ കുരു പെടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കുരു പെട്ടാല് നമ്മളെ ചോറിന് കയ്പ്പ് വരും കേട്ടോ. അപ്പം കുരു പെടാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുമ്പോൾ. ഇപ്പൊ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ 2 കപ്പ് അരി ആണ് എടുത്തിട്ടുള്ളത്.
അപ്പം നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ എടുക്കണ ബിരിയാണി അരി ഇല്ലേ, അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. സാധാ ബിരിയാണിന്റെ അരിനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എന്താ അരി തീക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടേ, അത് അതുപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണ്ടേ. അപ്പം ഞാനിവിടെ അരിയൊക്കെ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണേ. നമ്മളെ ചോർക്ക് ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണത്. അപ്പം ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ കുക്കറിന്ന് അടച്ചു വെക്കണ്ടേ. ഒരു വിസിൽ അടിച്ചാൽ മതിയിട്ട് നമ്മളെ റൈസ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ട് പിന്നെ കുക്കറിൻ്റെ പ്രഷർ കളയാതെ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അപ്പം നമ്മളെ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക. ഞാൻ എന്താ അവിടെ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഒന്ന് ഓഫാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. നല്ല സ്മെല്ലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ ഇറച്ചിയും മീനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിൻ്റെ അതേ മണം തന്നെ കേട്ടോ ഇതിന് വരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. എന്താ ചോറ് ഒട്ടിപ്പിടിക്കുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതാ കണ്ടില്ലേ, ഒക്കെ വേറെ വേറെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ ഒട്ടിപ്പിടിക്കുക നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അത്. ഒരു 5-10 മിനിറ്റിനുള്ളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പം നമ്മൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ലഞ്ചിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് തൈരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെ മക്കൾക്ക് സ്കൂളിലെ സമയത്താണെങ്കിൽ ലഞ്ചിന് കൊടുത്തു വിടാൻ പറ്റിയ ഒന്നാണ് കേട്ടോ അത്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളെ കമൻറ്റുകൾ കാണുമ്പോഴാവും മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകുക. അപ്പോൾ എല്ലാവരും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നാളെ 3 മണിക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.